ചാറ്റ് വിത്ത് ബിഷപ്പ് എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് വരാപ്പുഴ അതിരൂപതയുടെ നിയുക്ത സഹായമെത്രാനായ മോൺസിഞ്ഞോർ ആന്റണി വാലുങ്കൽ പിതാവാണ്. പിതാവിനെ നമുക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. വല്ലാർപാടത്ത് റെക്ടർ ആയിരിക്കുമ്പോഴാണ് ഈ ഒരു പുതിയ നിയോഗം വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് പിതാവിൻ്റെ വികാരം? വല്ലാർപാടം പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ നിറസാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ്. പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് അനുദിനം വിശ്വാസികൾ അനുഗ്രഹം തേടാറുണ്ട്. അപ്രകാരം വല്ലാർപാടത്തമ്മയുടെ സവിധത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതന് തീർച്ചയായും പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ അനുഗ്രഹം കിട്ടാതിരിക്കുകയില്ലല്ലോ. അങ്ങനെ ഒരു ദൈവാനുഗ്രഹം എനിക്ക് ലഭിച്ചതായിട്ടാണ് എൻ്റെ നിയമന വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. വല്ലാർപാടത്തമ്മയുടെ ഒരു പ്രത്യേക അനുഗ്രഹമാണ്. ഞാൻ അന്ന് പറഞ്ഞത് വല്ലാർപാടത്തമ്മയുടെ സാധാരണക്കാർക്കുള്ള മഹാത്ഭുതങ്ങളിൽ ഒരു വലിയ അത്ഭുതമായിട്ടാണ് എൻ്റെ മെത്രാൻ സ്ഥാനത്ത് ഞാൻ കാണുന്നത് എന്നാണ്. തീർച്ചയായിട്ടും അത് ഒരു റെക്ടർ ആയിരിക്കുമ്പോൾ അങ്ങനെ വല്ലാർപാടത്തമ്മ അനുഗ്രഹിക്കുക എന്നുള്ളതും തീർത്തും ഉചിതവുമാണ്. തീർച്ചയായിട്ടും ഈ വർഷം വല്ലാർപാട് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു ജൂബിലി വർഷമാണ്. 500-ാം ആണ്ട് ആഘോഷങ്ങൾ നടക്കുന്ന ഈ സന്തോഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ ദൈവാനുഗ്രഹത്തിൻ്റെയും വേളയിലാണ് വല്ലാർപാടംകാരായ ഞങ്ങൾക്കൊക്കെ സന്തോഷം നൽകുമാറ് ദൈവത്തിൻ്റെ ഈ തിരഞ്ഞെടുപ്പുണ്ടായത്. എന്നാണ് മെത്രാഭിഷേക ശുശ്രൂഷകളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ? വരാപ്പുഴ അതിരൂപതയിലെ കൺസൾട്ടേഴ്സ് അതിന് നിശ്ചയിച്ചിരിക്കുന്ന തീയതി ജൂൺ മാസം 30-ാം തീയതിയാണ്. വല്ലാർപാടത്ത് വെച്ച് തന്നെയായിരിക്കും നടത്തുന്നത്. തീർച്ചയായിട്ടും പിതാവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പൗരോഹിത്യത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയായിരുന്നു ശുശ്രൂഷ? ഞാൻ പുരോഹിതനായതിനു ശേഷം ആദ്യം നിയമിതനാകുന്നത് കലൂർ പൊറ്റക്കുഴി ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലാണ്. അവിടെ റാഫേൽ തറമേൽ എന്ന് പറയുന്ന നല്ല ഒരു വികാരിയച്ഛൻ്റെ ശിക്ഷണത്തിന് കീഴിലാണ് ഞാൻ രൂപപ്പെട്ടത്. 2 വർഷത്തോളം വിശുദ്ധ കൊച്ചുത്രേസ്യയെക്കുറിച്ച് പഠിക്കുവാനും അതോടൊപ്പം തന്നെ പൗരോഹിത്യത്തിൻ്റെ ആദ്യ ചുവടുവയ്പ് പ്രകാരമായിരിക്കണമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അന്ന് വികാരിയച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന 2 കൊച്ചു കാര്യങ്ങൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഒന്നാമതായി വികാരിയച്ഛൻ എൻ്റെ പൗരോഹിത്യ രൂപീകരണത്തിൻ്റെ ഭാഗമായി പറയും, ടച്ച് യുവർ പെൻ ബിഫോർ യു ടച്ച് മണി. പേന കയ്യിൽ എടുത്തതിന് ശേഷം മാത്രമാണ് പൈസ വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യാവൂ. രണ്ടാമത് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അതായത് പുരോഹിതരായിട്ടുള്ള വ്യക്തികൾ പ്രത്യേകിച്ച് ആദ്യ നാളുകളിൽ തീഷ്ണത ധാരാളം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തീഷ്ണത കൊണ്ട് നമ്മുടെ ആ പ്രെസ്ബിറ്ററിയിലെ കാര്യങ്ങൾ മറന്നു പോകാതെ സമയത്തിന് വന്ന് ഭക്ഷണം കഴിക്കണം, അച്ഛന്മാരോടൊപ്പം സമയം ചെലവഴിക്കണം എന്നൊക്കെ ഓർപ്പിക്കാൻ വേണ്ടി അച്ഛൻ നൽകിയ ഉപദേശമാണിത്. അതോടൊപ്പം തന്നെ വിശുദ്ധ കൊച്ചുത്രേസ്യ എനിക്കിഷ്ടപ്പെട്ട ഒരു വിശുദ്ധയാണ്. കൊച്ചു കാര്യങ്ങൾ വളരെ മനോഹരമായി ചെയ്യാൻ നമ്മെ പഠിപ്പിക്കുന്ന വിശുദ്ധ, കൊച്ചു കാര്യങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വിശുദ്ധ. ആ വിശുദ്ധയുടെ ആ പരിപാലനയിലാണ് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആദ്യ നാളുകൾ ഉണ്ടായത്. രണ്ടാമത് ഞാൻ നിയുക്തനായത്
വാടയിൽ സെയിൻറ്റ് ജോർജ് ദേവാലയത്തിൽ സഹവികാരിയായിട്ടാണ്. അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സബ്സ്റ്റേഷനായിരുന്നു തിരുഹൃദയ മാനാട്ടുപറമ്പ് ദേവാലയം. അവിടെയുള്ള തിരുഹൃദയ മാനാട്ടുപറമ്പിൻ്റെ തിരുഹൃദയ നൊവേന ചിട്ടപ്പെടുത്തുന്നതിനും അതിൻ്റെ പ്രാരംഭ നടപടികൾ ചെയ്യുന്നതിനും എനിക്ക് സാധിച്ചു. ഇന്ന് അനേകർ ആ നൊവേന കേന്ദ്രത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണല്ലോ ക്രൈസ്തവ ജീവിതം. ആ ഒരു ഓർമ്മയിലും ആ ഒരു പ്രാധാന്യത്തിലുമാണ് തിരുഹൃദയത്തിന് നൊവേന തുടങ്ങുകയും അവിടെ ഞാൻ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത്. പിന്നീട് ഏതാണ്ട് 9 വർഷക്കാലത്തോളം ഞാൻ വരാപ്പുഴ അതിരൂപതയിലെ മൈനർ സെമിനാരിയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വരാപ്പുഴ അതിരൂപതയിലെ സെയിൻറ്റ് ജോസഫ് മൈനർ സെമിനാരിയിൽ 1 വർഷവും, പിന്നീട് രൂപീകരണത്തിൻ്റെ ആദ്യ നാളുകൾ ഇനീസിയേഷൻ പീരീഡ് നടത്തപ്പെടുന്ന വിയാനി ഹോമിൻ്റെ റെക്ടറുമായിരുന്നു ഞാൻ ആദ്യത്തെ 6 വർഷക്കാലം. പിന്നീട് ഞാൻ 4 വർഷക്കാലം കർത്തയേടം സെയിൻറ്റ് ജോർജ് പള്ളിയിലെ വികാരിയച്ഛനായിരുന്നു. തുടർന്ന് വീണ്ടും പിതാവിൻ്റെ മൈനർ സെമിനാരിയിലേക്ക് നിയോഗിച്ചു. അങ്ങനെ 3 വർഷം, അങ്ങനെ 6 3 പിന്നെ 1 വർഷം മൈനർ സെമിനാരി, 9 വർഷക്കാലം ആദ്യ നാളുകളിൽ തന്നെ ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പഠനമൊക്കെ? അതിനുശേഷമാണ് ഞാൻ പഠിക്കാൻ പോയത്. മൈനർ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ അഭിമന്യ ഡാനിയൽ പിതാവ് എന്നോട് പറഞ്ഞു, മകനിങ്ങനെ പഠിപ്പിച്ച് മാത്രം നടന്നതുകൊണ്ട് കാര്യമില്ല, കുറച്ചെന്തെങ്കിലും പഠിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ എന്നെ ബാംഗ്ലൂരുള്ള സെൻറ്റ് പീറ്റേഴ്സ് സെമിനാരി, അവിടെ സ്പിരിച്വൽ തിയോളജിക്ക് പറഞ്ഞയച്ചത്, താമസിച്ചതും അതോടൊപ്പം പഠനങ്ങൾ നടത്തിയതും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന MSF ഫാദേഴ്സിൻ്റെ സ്ഥലത്തായിരുന്നു. അവിടെ 2 വർഷം ഞാൻ ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടാൻ വേണ്ടി പഠിച്ചു. തുടർന്ന് വന്നപ്പോൾ ഞാൻ ആലുവ കാർമൽ ഗിരി സെമിനാരിയിൽ സ്പിരിച്വൽ ഡയറക്ടറായിട്ട് നിയമിതനായി. അവിടെ ശുശ്രൂഷ ചെയ്യുന്ന കാലയളവിൽ ഞാൻ ചെറിയ ക്ലാസ്സുകളൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് റെക്ടറായിരുന്ന ജേക്കബ് പ്രസാദ് അച്ഛൻ എന്നോട് പറഞ്ഞു, ഏതായാലും അച്ഛന് കഴിവുണ്ട്, അച്ഛൻ ഡോക്ടറേറ്റിന് വേണ്ടി ശ്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടറേറ്റിന് വേണ്ടി ശ്രമിച്ചു. മിസ്റ്റിക്കൽ ഡയമെൻഷൻ ഓഫ് പ്രീസ്റ്റ്ലി ഫോർമേഷൻ എന്നതുള്ളതായിരുന്നു എൻ്റെ പ്രബന്ധ വിഷയം. ഫോർമേഷൻ തന്നെയാണ് പഠന വിഷയമാക്കിയെടുത്ത് അങ്ങനെ ഞാൻ അതിൽ 3.5 വർഷം കൊണ്ട് ഞാൻ അതിൽ ഡോക്ടർ ബിരുദം കരസ്ഥമാക്കി. പിന്നീടും ആലുവ സെമിനാരിൽ പഠിപ്പിച്ചു. അങ്ങനെ 9 വർഷം അവിടെയും ചിലവഴിച്ചു. 9 വർഷം മൈനർ സെമിനാരിയിലും 9 വർഷം മേജർ സെമിനാരി. അത് കഴിഞ്ഞപ്പോഴേക്കാണ് വല്ലാർപാടത്തേക്കുള്ള എൻ്റെ നിയമനം ഉണ്ടായത്. അപ്പം നീണ്ട വർഷക്കാലം, പൗരോഹിത്യത്തിൻ്റെ നീണ്ട വർഷക്കാലം ഫോർമേഷൻ രംഗങ്ങളിലായിരുന്നു. അതെ, തീർച്ചയായിട്ടും ഫോർമേഷനെ കുറിച്ച്, സെമിനാരി വിദ്യാർത്ഥികളുടെ പരിശീലനത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയും ഒരു കാഴ്ചപ്പാടും ഈ സമയം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ പുതിയ കാലഘട്ടത്തിൽ ദൈവവിളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വേണം, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കണം ഫോർമേഷൻ എന്നുള്ളതാണ് ദർശനം പിതാവിൻ്റെ? ഫോർമേഷനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ 3 വാക്കുകളാണ് ഉപയോഗിക്കാറുള്ളത്: ഫോർമേഷൻ, ഇൻഫോർമേഷൻ, ട്രാൻസ്ഫോർമേഷൻ. യഥാർത്ഥത്തിൽ വൈദിക വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫോർമേഷനാണ് നാം രൂപീകരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മേജർ സെമിനാരിയെക്കുറിച്ച് പറഞ്ഞാലും മൈനർ സെമിനാരിയെക്കുറിച്ച് പറഞ്ഞാലും അവിടെയുള്ള അച്ഛന്മാർ ഒരു ടീമായിട്ട് അവരാൽ കഴിവുള്ള വിധത്തിൽ ആത്മാർത്ഥമായതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റും. നമുക്കറിയാം,
വൈദികർ ശ്രമിച്ചതുകൊണ്ട് മാത്രം കാര്യമാവുകയില്ല. ആരാണ് ഫോർമേഷന് വിധേയരാകുന്നു അവരുടെ ഭാഗത്ത് നിന്നുള്ള ശ്രമമാണ് അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. സെമിനാരിയെക്കുറിച്ച് പറയുമ്പോൾ സെമിനാരിയെ എപ്പോഴും ഒരു റെഡീംഡ്, രക്ഷിക്കപ്പെട്ടവരുടെ ഒരു സമൂഹമായിട്ട് കാണാനായിട്ടാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ആന്തരികമായി ക്രിസ്തുവുമായി ഐക്യപ്പെട്ടുകൊണ്ട് ജീവിതം നയിക്കുന്ന ഒരു ചര്യ സെമിനാരി കാലത്ത് തന്നെ സെമിനാരി വിദ്യാർത്ഥികൾ തങ്ങളിൽ തന്നെ രൂപപ്പെടുത്തിയെടുക്കണം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ ഒരുവൻ്റെ ഫോർമേറ്ററായിട്ട് തീരേണ്ടത്. അതോടൊപ്പം തന്നെ ക്രിസ്തുവിലേക്കുള്ള ആ രൂപീകരണമാണ് വൈദിക വിദ്യാർത്ഥികൾ ചെയ്യേണ്ടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്കറിയാം കാലഘട്ടത്തിൻ്റെ സ്വാധീനങ്ങൾ ഇന്ന് കുട്ടികളിൽ വളരെയേറെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് മൊബൈൽ ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ അവർ കാണുന്ന മീഡിയ വേൾഡ്, അല്ലെങ്കിൽ അവർ വസിക്കുന്ന ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ സ്വഭാവ രീതികൾ ഒക്കെ കൂടിയായിട്ടാണ് സെമിനാരി വിദ്യാർത്ഥികൾ സെമിനാരിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അവർക്ക് ഇത്തരത്തിലുള്ള ക്രിസ്തു ഐക്യത്തിലേക്ക് വളരാനായിട്ട് സാധിക്കുകയില്ല. അത് മൈനർ സെമിനാരിയിലുള്ള ഫോർമേഷനിലൂടെയും അതോടൊപ്പം തന്നെ മറ്റു വിവിധങ്ങളായ കാലഘട്ടങ്ങളിലൂടെയുള്ള ഫോർമേഷനിലൂടെയും തുടർന്ന് ഓൺഗോയിങ് ഫോർമേഷൻ എന്ന് പറയുന്ന വൈദിക ജീവിതത്തിന് ശേഷമുള്ള ഫോർമേഷനിലൂടെയുമാണ് യഥാർത്ഥത്തിൽ ആ ക്രിസ്തു ഐക്യ ദർശനത്തിലേക്ക് വളരാനായിട്ട് ഒരു വൈദിക വിദ്യാർത്ഥിക്കും വൈദികനും സാധിക്കുകയുള്ളൂ. ഒരു കാലഘട്ടവും വെല്ലുവിളിയുടെ കാലഘട്ടമാണ്. അതെ, ഈ കാലഘട്ടമായിരിക്കില്ല ഇനി വരുന്ന കാലഘട്ടം. അതനുസരിച്ചിട്ടുള്ള വളർച്ച, ടെക്നോളജിക്കൽ വളർച്ച ഇതെല്ലാം ഉണ്ടാവും. തീർച്ചയായും അതാത് കാലഘട്ടത്തിലുള്ള വിദ്യാർത്ഥികൾ, കുട്ടികളാണ് സെമിനാരിലേക്ക് വരുന്നത്. അതനുസരിച്ച് തന്നെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ഫോർമേഷൻ വേണം, രൂപീകരണം വേണം എന്നുള്ളതാണ് പിതാവ് പറഞ്ഞത്. വല്ലാർപാടത്ത് പിതാവ് പ്രവർത്തിച്ച മേഖലകൾ ഏത് രംഗത്തായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തത്? കാരണം അനേകർ ഇവിടെ വരുന്ന സ്ഥലമാണ്. ഏത് രീതിയിലുള്ള ഒരു പ്രവർത്തന രീതിയായിരുന്നു പിതാവ് ഇവിടെ കാഴ്ചവെച്ചത്? പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഇവിടെ വെച്ച് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഞാൻ ഏറ്റവും ആദ്യം ശ്രമിച്ചിട്ടുണ്ട്. ദിവസവും ആളുകൾ പറയുന്ന അല്ലെങ്കിൽ എന്നോട് വന്ന് പങ്കുവയ്ക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഒരു മനുഷ്യൻ വന്നു. അയാളുടെ സ്ഥല വിൽപ്പനയുമായിട്ട് 10 വർഷക്കാലമായി പ്രതിസന്ധി നേരിടുകയായിരുന്നു. പലവിധ പ്രതിസന്ധികൾ അയാൾ പ്രതിസന്ധികൾ നേരിടുന്നു. സ്ഥല വിൽപ്പന നടക്കുന്നില്ല. 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ പള്ളിയിൽ വന്നു. ഞാൻ പറഞ്ഞു, എല്ലാ ശനിയാഴ്ചകളിലും 9 ശനിയാഴ്ച വന്ന് നൊവേന കൂടി കുർബാന കൂടി പ്രാർത്ഥിക്കാനായിട്ട്. അദ്ദേഹം അത് ആരംഭിച്ചു. 3-ാമത്തെ ആഴ്ച ആയിരുന്നു ഇന്ന് രാവിലെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ സ്ഥലം വിൽപ്പന പൂർണ്ണമായി. ഇന്നത്തെ നേർച്ചക്കഞ്ഞി ഞാൻ സമ്പൂർണ്ണമായിട്ടും കൊടുക്കും, ഒരാൾ പോലും നേർച്ച കഞ്ഞി കഴിക്കാതെ പോകരുത് എന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് അയാൾക്ക് പറയാൻ വാക്കുകളില്ല. ഇന്നലത്തെ ഒരു സംഭവം ഞാൻ പറയാം. ഒരു കൈക്കുഞ്ഞുമായിട്ട് ഒരു അമ്മയും കുടുംബവും വന്നിരിക്കുകയാണ്. അവർ പറയുകയായിരുന്നു, ആ കുഞ്ഞ് ഉദരത്തിൽ 3 മാസമായപ്പോൾ കുഞ്ഞിൻ്റെ ചലനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഡോക്ടർ മരിച്ചു എന്ന് പറഞ്ഞു. ഈ വാർത്ത കേട്ട് ദുഃഖിതരായ കുടുംബാംഗങ്ങൾ പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ സന്നിധിയിൽ വന്നു. പരിശുദ്ധ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അവർ പോയി അവിടെ ചെന്ന് ഈ സ്ത്രീയുടെ ഉദരത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചു. സാവധാനത്തിൽ കുഞ്ഞിന് ജീവൻ വയ്ക്കാൻ തുടങ്ങി. ഡോക്ടർമാർ വൈകുന്നേരം ആ കുട്ടിയെ ഉദരത്തിൽ നിന്ന് എടുക്കുന്ന പരിപാടിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഡോക്ടർ തിരിച്ചു വന്ന് പരിശോധിക്കുമ്പോൾ കൊച്ച് ജീവനുണ്ട്. ആ മാതാപിതാക്കൾ പറഞ്ഞിട്ടും തീരാത്ത എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നത് ഹൈന്ദവനായിട്ടുള്ള ഡോക്ടർക്ക് പോലും അവർ സാക്ഷ്യപ്പെടുത്തിയതൊരു അത്ഭുതമാണ്.
എന്നിട്ട് ഈ കുട്ടിയുടെ മാമോദീസയിൽ ഡോക്ടർ വന്നു. തിരക്കുള്ള ഒരു ഡോക്ടറായിരുന്നിട്ട് പോലും വന്നു. വല്ലാർപാടത്തമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ മക്കൾക്ക് നൽകുന്നു. പിതാവ് യുവജനങ്ങളുടെ സെമിനാരി ഫോർമേഷൻ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ യുവജനങ്ങളുമായിട്ടാണ് സമയം ചെലവഴിച്ചത്. ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾ തീർച്ചയായിട്ടും വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ട് സഭയോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. സഭയുടെ ശക്തി യുവജനങ്ങളാണ്. യുവജനങ്ങളെ എങ്ങനെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താം, കൂടുതൽ ആഴപ്പെടുത്താം? പിതാവിൻ്റെ മനസ്സിലുള്ള കാഴ്ചപ്പാട് എന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കുറേ നാളുകളെങ്കിലും സെമിനാരിക്കാരോടൊപ്പമായിരുന്നു എന്ന് സൂചിപ്പിച്ചല്ലോ. അവരോടൊപ്പം കളിക്കുകയും അവരോടൊപ്പം ചിരിക്കുകയും തമാശ പറയുകയും ചെയ്യുന്ന നല്ല സുഹൃത്തുക്കളായിരുന്നു സെമിനാരി വിദ്യാർത്ഥികൾ. പ്രത്യേകിച്ച് ഞാൻ ഒരു സ്പിരിച്വൽ ഡയറക്ടർ എന്ന രീതിയിൽ അവരുമായിട്ട് എനിക്ക് എളുപ്പത്തിൽ മറ്റൊരു വ്യവസ്ഥകളില്ലാതെ ബന്ധം പുലർത്താൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് യുവാക്കളെക്കുറിച്ച് എപ്പോഴും പ്രതീക്ഷയും അതോടൊപ്പം തന്നെ യുവാക്കളുടെ നല്ല മനസ്സിനെ കുറിച്ച് വലിയ പ്രത്യാശയുമാണ് ഉള്ളത്. പലപ്പോഴും ഇന്നത്തെ ഒരു പൊതുവിലുള്ള ഒരു തെറ്റിദ്ധാരണ ഞാൻ മനസ്സിലാക്കുന്നത്, ശാസ്ത്രം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ വളർന്നപ്പോൾ ശാസ്ത്രമാണ് എല്ലാം എന്ന് തെറ്റിദ്ധരിക്കുന്നവരുടെ ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഇന്ന് സ്പെഷ്യലൈസേഷൻ്റെ കാലഘട്ടമാണല്ലോ. കുട്ടികളെല്ലാം പഠിക്കുന്നത് ഓരോ പർട്ടിക്കുലറായിട്ടുള്ള വിഷയങ്ങളാണ്. അവരുടെ ഊന്നൽ മുഴുവനും ഈ സാങ്കേതിക വിദ്യ വികസിച്ചു അല്ലെങ്കിൽ ശാസ്ത്രത്തിലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എല്ലാം വിരൽത്തുമ്പിൽ ലോകം മുഴുവനും ഒരു ചെറിയ സ്ഥലമായി രീതിയിൽ മാറുന്ന സാഹചര്യങ്ങളിലൊക്കെ അവർ ചിന്തിച്ചു പോകുന്നത് ശാസ്ത്രമാണ് എല്ലാം എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തെക്കുറിച്ച് വിലയിരുത്തിയാൽ എന്താണ്? ശാസ്ത്രം മനുഷ്യൻ്റെ സാഹചര്യങ്ങളെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉപാധി അല്ലെങ്കിൽ അതിന് ഒരു ഉപാധി മാത്രമാണ്. പണ്ടുകാലത്ത് നമ്മൾ ലാൻഡ് ഫോണായിരുന്നെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ ഇപ്പോൾ അഡ്വാൻസ് ഫോൺ. അപ്പം അങ്ങനെ എന്ത് ഭൗതികമായ നേട്ടങ്ങളും കണ്ടുപിടുത്തങ്ങളും ഇപ്പോൾ ശാരീരികമായിട്ടുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളായാൽ പോലും അതൊക്കെ തന്നെ മനുഷ്യൻ്റെ സാഹചര്യങ്ങളെ ഇംപ്രൂവ് ചെയ്യുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 7 ദിവസത്തെ സൃഷ്ടി വിവരണത്തിൽ 6 ദിവസം കർത്താവ് അധ്വാനിച്ചിട്ട് 7-ാം ദിവസം മനുഷ്യന് അധ്വാനിക്കാൻ കർത്താവ് നൽകിയ ദിവസമാണ് ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്ന ദിവസം. അതായത് മനുഷ്യന് ദൈവം ഈ ലോകത്തിലെ തുടർ പ്രവർത്തനങ്ങൾക്ക് അനുവാദം കൊടുത്തപ്പോൾ ആ തുടർ പ്രവർത്തനങ്ങളാണ് ഈ ഭൗതികമായ കണ്ടുപിടുത്തങ്ങളിലൂടെ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അത് നല്ലതാണ്, ശ്രേഷ്ഠമാണ്. പക്ഷെങ്കിലും അതല്ല അവരുടെ ജീവിതത്തെ, മനുഷ്യ ജീവിതത്തെ തീരുമാനിക്കുന്നത്. മനുഷ്യൻ്റെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അസ്തിത്വത്തെയോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സാകല്യതയോ തീരുമാനിക്കുന്നത് ശാസ്ത്രമല്ല ഒരിക്കലും. അത് സഭയും അല്ലെങ്കിൽ വിശ്വാസവും അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതവും ഒക്കെയാണ്. അതുകൊണ്ട് ഈ ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളുടെ പിറകെ മാത്രം ഗമിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ യഥാർത്ഥമായ ആത്മീയ ജീവനാണ്, അല്ലെങ്കിൽ യഥാർത്ഥമായ നിത്യരക്ഷയാണ്, യഥാർത്ഥ ജീവനാണ്. ഒരിക്കലും ശാസ്ത്രത്തിന് ആരുടെയും ഈ യഥാർത്ഥ ജീവിതത്തെ വളർത്തി പോഷിപ്പിക്കാൻ സാധിക്കില്ല. അതിന് വിശ്വാസത്തിന് മാത്രമേ സാധിക്കൂ. വിശ്വാസമാണ് ജീവിത പ്രതിസന്ധികളെ മുൻപോട്ട് എപ്രകാരം പോകണമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരിക്കലും ശാസ്ത്രം അതിന് പ്രാപ്തമല്ല. ഈവൻ മനഃശാസ്ത്രം പോലും ഒരു ബിഹേവിയറൽ സയൻസാണ്. സ്വഭാവ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പക്ഷെ എങ്കിലും വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുൻപോട്ട് പോകാനായിട്ട് യൗവനത്തിലും വാർദ്ധക്യത്തിലും ചെറുപ്രായത്തിലും ഒക്കെ സഹായിക്കാറുണ്ട്. ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ വന്നപ്പോൾ പറഞ്ഞ സംഭവം ഇതാണ്. അവരുടെ വൈവാഹിക ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഭർത്താവിൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ അവരെ തളർത്തി.
കുഞ്ഞുങ്ങളെ ജന്മം നൽകിയപ്പോൾ അവർക്ക് രോഗാവസ്ഥകൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. എങ്കിലും ഈ വിശ്വാസത്തിൽ ഉറച്ചുന്നത് കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ അവർക്ക് സാധിച്ചു. മക്കളൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളായി തീർന്നു. ഭർത്താവ് രോഗസൗഖ്യം കിട്ടി. അവരിപ്പോൾ ഒരു സുവിശേഷ പ്രേക്ഷിതയായി ജീവിതം നയിക്കുകയാണ്. കാരണം ദൈവത്തെ കണ്ടെത്താൻ അവർ ശ്രമിച്ചപ്പോൾ, വിശ്വാസത്തിൻ്റെ ഉൾക്കണ്ണോടുകൂടെ തൻ്റെ ജീവിതത്തെ അവർ വായിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ജീവിതവും വിജയിച്ചു, ഭർത്താവിൻ്റെ ജീവിതവും വിജയിച്ചു, കുടുംബ ജീവിതവും വിജയിച്ചു. യുവാക്കളുടെ ജീവിതം വിജയപ്രദമാകണമെങ്കിൽ ഒന്നേ അവർ ചെയ്യേണ്ടുള്ളൂ, അവർ ക്രിസ്തുവിനെ അറിയുക. എങ്കിൽ അവരുടെ ജീവിതം യഥാർത്ഥത്തിൽ വിജയപൂർണ്ണമാണ്. പിതാവിൻ്റെ മെത്രാഭിഷേകം ജൂൺ 30 വല്ലാർപാടത്ത് അമ്മയുടെ സന്നിധിയിൽ വെച്ചാണ്. പ്രത്യേകിച്ച് അമ്മയോട് കൂടുതൽ ഭക്തനാണ് അങ്ങ്. വരാപ്പുഴ അതിരൂപതയുടെ സഹായ മെത്രാനായിട്ടാണ് അങ്ങ് നിയമിതനായിരിക്കുന്നത്. എന്താണ് മെത്രാഭിഷേക സമയത്ത് തിരഞ്ഞെടുക്കുന്ന ആപ്തവാക്യം? ഏത് കാഴ്ചപ്പാട് അല്ലെങ്കിൽ എങ്ങനെയാണ് സഹായ മെത്രാനായി പ്രവർത്തിക്കുവാനായിട്ട് പിതാവിൻ്റെ തീരുമാനങ്ങൾ? എൻ്റെ ആപ്തവാക്യം ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാം തിരുവചനമാണ്. ഈശോ തൻ്റെ തന്നെ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് ഇപ്രകാരമാണല്ലോ പറഞ്ഞിരിക്കുന്നത്: ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചനദ്രവ്യമായി സ്വജീവിതം അർപ്പിക്കുവാനുമാണ് എന്ന്. യേശുവാണ് നിത്യപുരോഹിതൻ. ആ യേശുവിൻ്റെ പൗരോഹിത്യത്തെ നിർവചിക്കാൻ ശ്രമിച്ചാൽ ഈ വാക്കുകളിലായിരിക്കും ഞാൻ നിർവചിക്കുക. താൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി തീരുവാനുമാണെന്ന്. ഒരു പുരോഹിതൻ ആയിത്തീരേണ്ടതും വിളിക്കപ്പെട്ടിരിക്കുന്നതും ഇതേ ദൗത്യത്തിലേക്ക് തന്നെയാണ്. സ്വജീവിതം മറ്റുള്ളവർക്ക് ശുശ്രൂഷ നൽകുന്നതിനും അതോടൊപ്പം തന്നെ സ്വജീവിതം അർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മോചനം അല്ലെങ്കിൽ നിത്യരക്ഷ സ്വന്തമാക്കി നൽകുന്നതിനും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആപ്തവാക്യമായി സ്വീകരിച്ചിരിക്കുന്നത് ഈ വചസ്സുകളാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ കന്യക മറിയത്തെ, പ്രത്യേകിച്ച് വല്ലാർപാടത്തമ്മയെ അറിയപ്പെടുന്നത് അവർ ലേഡി ഓഫ് റാൻസം എന്നാണ്. ഞാൻ അതുകൊണ്ട് ആപ്തവാക്യത്തിൽ ഇപ്രകാരം ചേർത്തു: ടു സെർവ് ആൻഡ് ടു ബി റാൻസം ഫോർ മെനി. ടു സെർവ് ആൻഡ് ടു ബി റാൻസം ഫോർ മെനി. അതായത് പരിശുദ്ധ അമ്മ സ്വർഗത്തിലിരുന്ന് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷകൾ അനുഷ്ഠിക്കുവാനുമാണ് എൻ്റെ വിളി എന്നൊരു ദർശനമാണ് എനിക്കുള്ളത്. വരാപ്പുഴ അതിരൂപതയിലെ ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ്റെ സഹായമെത്രാനായിട്ടാണ് ഞാൻ നിയമിതനായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രഥമ ദൗത്യം വരാപ്പുഴ അതിരൂപതയിലെ അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെ സഹായിക്കുക എന്നുള്ളതാണ്. ഏതു രീതിയിലും അഭിമന്യ പിതാവിൻ്റെ ശുശ്രൂഷാ ദൗത്യത്തിൽ സഹകാരിയാകുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. പക്ഷേ എങ്കിലും ഒരു ഊന്നൽ നൽകാനായിട്ട് എന്തിലാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ ഊന്നൽ. മതബോധനത്തെക്കുറിച്ച് നമുക്കറിയാം. മതബോധനം സഭയുടെ ദൗത്യമാണ്, വൈദികൻ്റെ ദൗത്യമാണ്, ഒരു സമൂഹത്തിൻ്റെ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ മതബോധന മേഖലകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്, പ്രത്യേകിച്ച് ഉള്ള സാഹചര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മതബോധനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് നമ്മുടെ സഭയെയും സമൂഹത്തെയും വളർത്തുവാനായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഊന്നൽ. ഇതാവെ പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു. പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇനി സംസാരിക്കാനുണ്ട്.
പിതാവിൻ്റെ മാതാപിതാക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ? മാതാപിതാക്കൾ, പിതാവിൻ്റെ പേര് മൈക്കിൾ, അമ്മയുടെ പേര് ഫിലോമിന, രണ്ടുപേരും സ്വർഗത്തിലാണ്. സഹോദരങ്ങൾ, ഞങ്ങൾ 8 മക്കളായിരുന്നു. ഒരാൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി, ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ബാക്കി 3 സഹോദരങ്ങളും 3 സഹോദരിമാരും ഉണ്ട്. മൂത്താളുടെ പേര് വർഗീസ്, രണ്ടാമത്തെ ആളുടെ പേര് യേശുദാസ്, മൂന്നാമത്തെ സഹോദരൻ്റെ പേര് ജോസഫ്. സഹോദരിമാർ, മൂത്താള് ജെസ്സി, രണ്ടാമത്തെ ആള് സിസ്റ്റർ ജാൻസി ഇപ്പോൾ സന്യാസം സ്വീകരിച്ചുകൊണ്ട് ഏത് സഭയിലാണ്? ഓക്കാം എന്ന് പറയുന്ന സഭയിലാണ് അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ആൾ ഗ്രേസി. അവരൊക്കെ കുടുംബജീവിതം നയിക്കുന്നു. ചാറ്റ് വിത്ത് ബിഷപ്പ് എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരുന്നത് വരാപ്പുഴ അതിരൂപതയുടെ നിയുക്ത സഹായമെത്രാൻ മോൺസിഞ്ഞോർ ആന്റണി വാലിങ്കൽ പിതാവാണ്. പിതാവിൻ്റെ മെത്രാഭിഷേക ചടങ്ങിൽ നമുക്ക് തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകരുടെ പേരിലും പിതാവിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. നന്ദി. ഈ ഇൻ്റർവ്യൂവിന് എന്നെ ക്ഷണിച്ച ഗുഡ്നസ് ടിവിയുടെ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് അലക്സച്ചനും നന്ദി പറയുന്നു. ചാറ്റ് വിത്ത് ബിഷപ്പ് എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു പിതാവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.